പ്രിയ സഹോദരങ്ങളെ, പഴയകാലത്ത് പുരോഹിത വേലയ്ക്ക് എടുക്കുന്നവരെ മെത്രന്മാരും പുരോഹിതന്മാരും എല്ലാം അന്വേഷിച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇതങ്ങനെയല്ല. അതായത് ഭദ്രാസനമെത്രാപ്പോലീത്തായ്ക്ക് വികാരി എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ ഭദ്രാസനമെത്രാപ്പോലീത്തയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനെ പുരോഹിത വേലയ്ക്കെടുക്കും. അതാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ വീടുകളിലും പഴയ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലെ പുറത്തേക്കാവിൽ 2 അച്ഛന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുറ്റിയിലെ അച്ഛൻ, ഒന്ന് പുറ്റമ്പരയിലാണെന്ന് എൻ്റെ ഓർമ്മ. അതായത് മലയമരത്തിലെ വീടിൻ്റെ എതിർവശത്തുള്ള വീട്ടിലെ അച്ഛനുമേ ഉള്ളായിരുന്നു. അവർ വീട് സന്ദർശനം എന്ന് പറഞ്ഞാൽ നടന്നു വരും, സൈക്കിളുമല്ല, നടന്നു വന്ന് വീടുകളിൽ വന്ന് എല്ലാം അന്വേഷിച്ചിട്ട് പോവുമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് തെരുവിൽ ചെന്ന് നടക്കുന്നവനായാലും കൊള്ളക്കാരനും കൊലപാതകയാണെങ്കിലും അവൻ ഭദ്രാസനമെത്രാപ്പോലീത്തയുടെ കാര്യം സാധിച്ചു കൊടുത്താൽ അവൻ പുരോഹിതനാണ്. അവൻ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്നത് എന്തുവാ? കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു, ഓരോർത്തഡോക്സ് സഭയിലെ പുരോഹിതൻ പോലീസ് പിടിയിലായി. ഒരു വീട്ടമ്മ കുമ്പസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യം അവൾക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ട് അവളെ അരമനയിലും ഹോട്ടലുകൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, കള്ള തായോളികളെ, പുരോഹിതവർഗമേ, ഈ കുമ്പസാരം ഇവിടുന്ന് നിങ്ങൾക്ക് ആരനുവദിച്ചു വന്നു? കുമ്പസാരിക്കുന്നത് ആരുടെ മുന്നിലാണ്? ആർക്ക് വേണ്ടിയാണ്? കുമ്പസാരം പാപമില്ലാത്തവൻ്റെ മുമ്പിൽ. എന്തിന്? ദുഃഖവെള്ളിയാഴ്ച മദ്മഹായുടെ തിരശ്ശീല ഉണ്ടായി കയറിയത്. നിങ്ങൾക്കിനിയും ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നോട് ചേർത്ത് നിങ്ങളുടെ കാര്യം പറയണം. ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. കുടം പിടിക്കാത്ത പുരോഹിത വർഗമേ, നീയൊക്കെ ചിന്തിക്കുക നിന്റെ അന്ത്യം എന്താണെന്ന്. ഞാനീ പറയുന്നത് എൻ്റെ പ്രയാസം കൊണ്ടല്ല, നിന്റെയൊക്കെ തന്തയ്ക്ക് പറക്കാരി കണ്ടുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഏത് സഭയാണ് നിന്റെ ദൈവം സൃഷ്ടിച്ചത്? ഓർത്തഡോക്സ് സഭയോ? തോമാശ്രീ നിനക്ക് സിംഹാസനം തന്നിച്ച് പോകടാ, പറയടാ. ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി വാദിക്കുന്ന ദരിദ്രവാസികളെ നിങ്ങൾ പറയുവിൻ, വിശ്വാസികളെ നിങ്ങൾ പറയുവിൻ. തോമാശ്രീ തൻ്റെ സിംഹാസനം ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കായിട്ട്, അതേത് കോപ്പലാ കാതോലിക്കായിട്ടുണ്ടായിരുന്നത്? എന്താ കാതോലിക്ക ഉണ്ടായത്? ഇന്നും ഒരു പുരോഹിതൻ പറഞ്ഞു, കാതോലിക്കായ്ക്ക് എഗനിസ്റ്റായിട്ട് അവിടുന്ന് റോമായി നിന്ന് ഒരു മെത്രാൻ വന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു, പ്രശ്നമുണ്ടാക്കാതെ പോകുക. എന്തോ പ്രശ്നമാണ്? ദൈവത്തെ വിളിക്കുന്നതിന് എന്തോ പ്രശ്നമാണ്? ഞാനോ നീയോ വലിയവെന്നുള്ള ചിന്തയാണ് നിങ്ങൾ ഉദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരമദരിവാസികളെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. കാതോലിക്കാണെങ്കിലും ഏത് അവനാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോളുക. നിങ്ങൾ വിശ്വാസികളെ അടിമകളാക്കി ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരു ദിവസം വിശ്വാസികളല്ല, ക്രിസ്തു തന്നെ തിരിഞ്ഞു വരും നിങ്ങളെ വിധിക്കാനായിട്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ പുറത്ത് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ എന്താണെന്നുള്ളത്. ന്യായവതി ദൈവത്തിൻ്റെ പങ്കലാക്കണ ആണ്.
നിങ്ങൾ വിജയിച്ചു എന്ന് വിശ്വസിക്കണ്ട. ഇന്നല്ല നാളെയെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾക്ക് ക്രിസ്തുവിലല്ല ഇനി ഒരു ജീവിതമുണ്ടെന്ന് ബൈബിളിൽ പറഞ്ഞതുപോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വാസികളെ പറഞ്ഞ് കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളെ വയ്ക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരെന്ന് പറയുന്ന നിങ്ങൾ അത് ശരിയായി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് ചിന്തിച്ചോ. വിശ്വാസികളെ, നിങ്ങളെ ചിന്തിച്ചോ. ഈ കള്ളന്മാരുടെ പുറകെ പോയാൽ നിങ്ങളും നാശത്തിലേക്ക് ചെന്ന് ചേരും. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല.